ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ തിരുവചനത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് ദൈവജനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സകലരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ പ്രഭാത മന്നയിലൂടെ നമുക്ക് വേണ്ടിയ ദൈവാലോചനയെ ദൈവം നമുക്ക് നൽകി തരട്ടെ. ഈ രാവിലെയുള്ള ചെറിയ ചിന്തയ്ക്ക് വേണ്ടി യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കുന്നു. യോഹന്നാൻ 14-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. 2 വാക്യങ്ങളിലായിട്ട് അനേകം കാര്യങ്ങൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. എന്തുകൊണ്ടാണ് യേശു ഇത് പറയുവാനുള്ള കാരണം? യോഹന്നാൻ സുവിശേഷത്തിന്റെ ആരംഭ ഭാഗങ്ങൾ കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ യേശു പിടിക്കപ്പെടുന്നതിനെ കുറിച്ചും ക്രൂശീകരണത്തെക്കുറിച്ചും സ്വർഗാരോഹണത്തെക്കുറിച്ചുമൊക്കെ തൻ്റെ ശിഷ്യന്മാരോട് പല പ്രാവശ്യങ്ങളിലായിട്ട് വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഇത് കേട്ട ശിഷ്യന്മാരുടെ ഹൃദയത്തിനകത്ത് എന്തെന്നില്ലാത്ത ഭീതിയും ആകുലതയും ഒക്കെ കടന്നു വരുവാനിടയായി തീർന്നു. പല പ്രാവശ്യം ശിഷ്യന്മാർ യേശുവിനോട് ഈ കാര്യങ്ങളെക്കുറിച്ച് ആവർത്തിച്ച് വിശദീകരണം ചോദിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പ്രിയരെ, ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിന് നമ്മോട് പറയുവാനുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന ഇതാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞിട്ട് അനേക കാര്യങ്ങൾ യേശു അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ബലപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനുള്ള ബലം പകർന്നുകൊണ്ട് അനേക കാര്യങ്ങൾ അവരോട് സംസാരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിന്റെ ആകുലത മാറ്റേണ്ടതിന്, ധൈര്യപ്പെടുത്തേണ്ടതിന്, ശക്തീകരിക്കേണ്ടതിന്, പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകുന്നതിന്, അവർക്ക് ബലം നൽകേണ്ടതിന് യേശു കർത്താവ് അനേകം കാര്യങ്ങൾ അവരോട് സംസാരിക്കുകയാണ്. കൂട്ടത്തിൽ 14-ാം അധ്യായം 18-19 വാക്യം വായിക്കുമ്പോൾ ഒരു കൂട്ടം കാര്യങ്ങൾ അവരെ ബലപ്പെടുത്തിക്കൊണ്ട് യേശു പറയുകയാണ്. ഇന്ന് പകൽ ഹൃദയം കലങ്ങി ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്കകത്ത് ഭാരത്തോടും നിരാശയോടും ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ, ലോകത്തിന്റെ ഏത് കോണിലിരുന്നു കൊണ്ടാണെങ്കിലും ദൈവത്തിന്റെ വചനത്തിന് നിങ്ങളെ വിടുവിക്കുവാനായി കഴിയും, വചനത്തിന് ധൈര്യപ്പെടുത്തുവാനായി കഴിയും, വചനത്തിന് സൗഖ്യമാക്കുവാനായി കഴിയും, വചനത്തിന് കെട്ടുകളെ പൊട്ടിക്കുവാനും കുഴിയിൽ നിന്ന് കയറ്റുവാനും കഴിയും. അപ്പോൾ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞിട്ട് യേശു അവരോട് പറയുകയാ, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമുക്കറിയാം, ആരുമില്ല എന്നുള്ള ചിന്തയാണ് പലപ്പോഴും മനുഷ്യന്റെ ജീവിതത്തിൽ വലിയ വെല്ലുവിളിയായി ഉയർന്നു നിൽക്കുന്നത്. അങ്ങനെ ആരുമില്ലാത്തൊരനുഭവത്തിലൂടെ ആരെങ്കിലും കടന്നുപോയാൽ ജീവിതത്തിന് തന്നെ അർത്ഥമില്ലാതെ തോന്നും. ആത്മഹത്യയുടെ ചിന്തകൾ ജീവിതത്തിൽ കടന്നു വരും. ജോലി ചെയ്യാനും പഠിക്കുവാനും ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഏർപ്പെടുവാനും ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെയായി പോകും. അതുകൊണ്ട് യേശു പറഞ്ഞു, ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് വകയുണ്ട്. കാരണം നമുക്ക് ഒരു നാഥനുണ്ട്. ആമേൻ. 2026 വർഷങ്ങൾക്ക് മുൻപ് എവിടെയോ ജനിച്ച് മരിച്ച് മൺമറഞ്ഞു പോയ ഒരു ദൈവത്തെയല്ല നമ്മൾ സേവിക്കുന്നത്. ഈ തിരുവചനത്തിന് അകത്തുകൂടെ നമ്മോട് സംസാരിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. കാരണം എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല എന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ നാഥനായി അനുദിന ജീവിതത്തിൽ വെളിപ്പെടുവാനായി തുടങ്ങും. മറക്കരുത്, ഇന്ന് പ്രഭാതത്തിൽ യേശു നമ്മുടെ നാഥനായി മാറിയാൽ കാറ്റും തിരമാലയും ആമേൻ പടകിനകത്ത് വെള്ളം കയറുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവന്റെ മുൻപിൽ സകലവും അടങ്ങുകയും മറുകര എത്തുവാൻ
ഈ നാഥൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. ആമേൻ. ബൈബിൾ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. അടുത്തൊരു അവതാരം വരുമെന്നല്ല എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. മത്തായി സുവിശേഷം വായിച്ചിട്ടുള്ളവർക്കറിയാം. തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് മത്തായി സുവിശേഷത്തിനകത്ത് 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന്. പ്രിയരെ, ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുകയാ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. നമുക്കറിയാം, യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് ഒന്നും ചെയ്യുവാൻ കഴിവില്ലാതെ ഭാരത്തോടെ ഇരുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് യേശു പുനരുദ്ധാരണത്തിന് ശേഷം ഇറങ്ങി വരുവാനിടയായി തീർന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ പശ്ചാത്തലം വായിച്ചുള്ളവർക്കറിയാം. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്, പത്മോസിന്റെ ഏകാന്തതയിൽ മരണമല്ലാതെ മറ്റൊരു വഴിയില്ലാതിരിക്കുമ്പോൾ പത്മോസിന്റെ ഏകാന്തതയിൽ പുനരുദ്ധാരണാനന്തരം യേശു യോഹന്നാന്റെ അടുക്കൽ ഇറങ്ങി വരുവാനിടയായി തീർന്നു. പ്രിയരെ, ഒന്നല്ല പല പ്രാവശ്യം യേശു പുനരുദ്ധാരണത്തിന് ശേഷം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്തു. ബൈബിൾ പറയുന്നത്, എമ്മാവോസിലോട്ട് പോയ ശിഷ്യന്മാർ അവരോട് യേശു ചേർന്ന് നടന്ന് അവരോട് സംസാരിച്ച് അവരെ ബലപ്പെടുത്തി യെരുശലേമിലേക്ക് മടക്കി കൊണ്ടുവന്നു. ഈ വാക്യം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ കലങ്ങിപ്പോകരുത്. എന്താ കാര്യമെന്നറിയാമോ? ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ആണ്ടിലൊരിക്കലോ നാളുകൾക്ക് ശേഷം വല്ലപ്പോഴോ അല്ല. ആമേൻ. എല്ലാ ദിവസവും എന്നും നമ്മോടുകൂടെ ഇരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന മഹാദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയേണ്ടതിന് പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകി തരട്ടെ. ഒന്നാമത്തെ കാര്യം പറഞ്ഞത്, നിങ്ങൾ കലങ്ങിപ്പോകരുത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, നിങ്ങൾ കലങ്ങിപ്പോകരുത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. പൊട്ടക്കിണറ്റിലാണെങ്കിലും കാരാഗ്രഹത്തിനകത്താണെങ്കിലും തീച്ചുളയുടെ നടുവിലാണെങ്കിലും ഏത് പ്രതിസന്ധിയുടെ നടുവിലും അടുക്കൽ വരുന്ന ഒരു മഹാദൈവമുണ്ടെന്ന് തിരിച്ചറിയാതെ പോകരുത്. മൂന്നാമത്തെ കാര്യം അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. യേശു പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ കാണുവാനായി കഴിയും. നിശ്ചയമായിട്ട് നമ്മുടെ ഹൃദയദൃഷ്ടികൾ പ്രകാശിക്കുവാനായി തുടങ്ങിയാൽ യേശുവിനെ കാണുവാനായി കഴിയും. ക്രിസ്തീയ ജീവിതത്തിന്റെ മാത്രം ശ്രേഷ്ഠത ഇതാണ്. ആമേൻ. യേശുവിനെ കണ്ടുകൊണ്ട് ജീവിക്കുവാനായി കഴിയും. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, കാരണം നിങ്ങൾ എന്നെ കാണും. യേശുവിനെ കണ്ടാൽ ആകുലരായിരിക്കുന്നവർക്ക് ആശ്വാസം കിട്ടും. യേശുവിനെ കണ്ടാൽ രോഗികൾ സൗഖ്യമാകും. യേശുവിനെ കാണാൻ പറ്റിയാൽ ഭൂതങ്ങൾ പുറത്തു പോകും. നമുക്കറിയാം, ലഗ്യോൻ ബാധിച്ച ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഒരു പ്രതീക്ഷയുമില്ലാതെ കിടക്കുമ്പോൾ ലഗ്യോൻ ബാധിച്ച് കിടന്ന ഭൂതഗ്രസ്തനായ മനുഷ്യൻ യേശുവിനെ കാണുവാനിടയായി തീർന്നു. അതവന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറാനിടയായി തീർന്നു. പ്രിയരെ, സക്കായി വഴിത്തലയ്ക്കൽ വെച്ച ദൈവപുത്രനായ യേശുവിനെ കണ്ടുമുട്ടി സക്കായിയുടെ ജീവിതം പാടെ മാറാനിടയായി തീർന്നു. ഈ വാക്യത്തിനകത്ത് നമ്മെ ബലപ്പെടുത്തിക്കൊണ്ട് തിരുവചനം പറയുകയാണ്, നിങ്ങൾ എന്നെ കാണും. എത്ര അനുഗ്രഹിക്കപ്പെട്ട, എത്ര ശ്രേഷ്ഠകരമായ, എത്ര ഭാഗ്യകരമായ അനുഭവമാണ് ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത്. യേശു പറയുകയാണ്, നിങ്ങൾ ആരുമില്ലാത്തവരല്ല, അതുകൊണ്ട് നിങ്ങൾ കലങ്ങിപ്പോകരുത്. രണ്ടാമത്തെ കാര്യം യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാം, അതുകൊണ്ട് നിങ്ങൾ കലങ്ങിപ്പോകരുത്. മൂന്നാമത്തെ കാര്യം യേശു പറയുകയാണ്, നിങ്ങൾ എന്നെ കാണും, അതുകൊണ്ട് നിങ്ങൾ കലങ്ങിപ്പോകരുത്. നാലാമത്തെ കാര്യം യേശു പറയുകയാ, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഇന്ന് പ്രഭാതത്തിൽ ജീവിക്കാൻ വിടത്തില്ലെന്ന് പറഞ്ഞ് ശത്രു ഏതെല്ലാം പദ്ധതികൾ തയ്യാറാക്കിയാലും നശിപ്പിക്കുമെന്നും ഇല്ലാതാക്കുമെന്നും ഭാവിയെ തകർക്കുമെന്നും പിശാച് വെല്ലുവിളിച്ചാലും യേശു പറയുകയാ, ഞാൻ ജീവിക്കുന്നത് കൊണ്ട്. നോക്ക, പീലാത്തോസിനാൽ പിടിക്കപ്പെട്ട അതിക്രൂരമായ പീഡകളിലൂടെ കടന്നുപോയി. ആമേൻ. റോമാ ഗവൺമെന്റ് ക്രൂശിച്ചു കൊല്ലുന്നതിന് വേണ്ടി വിധിച്ചു. തിരുവചനം എഴുതിയിരിക്കുന്നത്,
ഗദസമന മുതൽ പീലാത്തോസിന്റെ ഗവധ എന്ന് പറയുന്ന കൽത്തളം വരെ ക്രൂരമായ പീഡകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല എഴുതിയിരിക്കുന്നത്, മരിച്ചിട്ട് കല്ലറയെ തുറന്നുകൊണ്ട് പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ യേശു ജീവിക്കുവാനിടയായി തീർന്നു. കർത്താവ് പറയുകയാ, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. പ്രതിസന്ധികൾ തിരമാലകൾ പോലെ ജീവിതയാത്രയ്ക്ക് നേരെ അടിച്ചു കയറിയാലും ഭയപ്പെടരുത്. യേശു ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ജീവിക്കും. ഈ പ്രഭാതത്തിൽ ഈ തിരുവചനം ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുവാനായി കഴിയുമോ? യേശു പറഞ്ഞു, നിങ്ങളുടെ ഉള്ളം കലങ്ങിപ്പോകരുത്. എന്താ കാര്യമെന്നറിയാമോ? തിരുവചനം പറയുന്നത്, ആമേൻ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, കാരണം ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. നിങ്ങളുടെ ഉള്ളം കലങ്ങിപ്പോകരുത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങളുടെ ഉള്ളം കലങ്ങിപ്പോകരുത്, നിങ്ങൾ എന്നെ കാണും. നിങ്ങളുടെ ഉള്ളം കലങ്ങിപ്പോകരുത്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഒരുപാട് വേദനകളോടെ, ഒരുപാട് ദുഃഖങ്ങളോടെ, ആമേൻ, ജീവിതം മതി എന്ന് പറഞ്ഞ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ തിരിച്ചറിയുക, ഇന്ന് കാണുന്ന പ്രതികൂലങ്ങൾ, ഇന്നത്തെ പ്രശ്നങ്ങൾ, ഇന്നത്തെ രോഗങ്ങൾ, ഇന്ന് അനുഭവിക്കുന്ന വെല്ലുവിളികൾ അതൊരിക്കലും ജീവിതത്തിൽ നിലനിൽക്കുന്നതല്ല. കാരണം യേശു നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് നമ്മെയും മുൻപിലേക്ക് കൊണ്ടുപോകുവാൻ, ജയോത്സവമായ ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തുവാനിടയായി തീരും. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ ഉള്ളം കലങ്ങിപ്പോകരുത്. ഏതെങ്കിലും വിഷയങ്ങൾക്കകത്ത് കലങ്ങി ഭാരപ്പെട്ട് നിരാശയോടെ ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ഇതൊരു വിടുതലായി തീരട്ടെ, അത്ഭുതമായി മാറട്ടെ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശു എന്തുകൊണ്ടാ പറഞ്ഞത് നിങ്ങളുടെ ഉള്ളം കലങ്ങരുത് എന്ന്? ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. രണ്ടാമത്തെ കാര്യം യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, നിങ്ങൾ കലങ്ങിപ്പോകരുത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, നിങ്ങൾ എന്നെ കാണും. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ആരും കാണാതെ, ആരും അറിയാതെ, ഒന്നും പറയാതെ പോകുമെന്നുള്ളതല്ല. നിങ്ങൾ കാണത്തക്ക നിലയിൽ, നിങ്ങൾ അനുഭവിക്കത്തക്ക നിലയിൽ, നിങ്ങൾ അടുത്തറിയത്തക്ക നിലയിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, നിങ്ങൾ എന്നെ കാണും. നാലാമത്തെ കാര്യം കർത്താവ് പറഞ്ഞത്, പുനരുദ്ധാരണത്തിന്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ പറയാം, മരണത്തിന്റെ ശക്തികളും പാതാളത്തിന്റെ ശക്തികളും അന്ധകാരത്തിന്റെ ശക്തികളും ഒരുമിച്ച് എഴുന്നേറ്റ് വന്ന് ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചാലും അതിന്റെ നടുവിൽ യേശു കർത്താവ് പറയുകയാ, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഈ പകൽ ഈ തിരുവചനത്തിന്റെ നന്മ പ്രാപിക്കേണ്ടതിന്, ദൈവജനത്തിന്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് എത്ര പേർക്ക് കഴിയും? നിശ്ചയമായും ആമേൻ, ഉള്ളം കലങ്ങിയിരിക്കുന്ന അനുഭവങ്ങളെ വിടുവിച്ച്, കണ്ണുനീരുകളെ തുടച്ച്, കൈക്ക് പിടിച്ച് ജയോത്സവത്തോടെ മുൻപിലേക്ക് പോകുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തുന്ന പകല. ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? എല്ലാ കണ്ണുകളും അടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേർക്കായും പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധങ്ങളായ ടൈം സോണിൽ ഈ സന്ദേശം ശ്രദ്ധിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ വചനം ഓരോരുത്തരിലേക്കും വിടുതലായി പാഞ്ഞിറങ്ങേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും കലങ്ങി മറിയുന്ന ഉള്ളത്തോടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ വചനം വിടുതലായി തീരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യുന്നത് കൊണ്ട് നന്ദി. ദൈവകരം ഓരോരുത്തർക്കും വേണ്ടി ചലിക്കും. അത്ഭുതം ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രഭാതമന്ന നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അവരും തിരുവചനം കേട്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ പ്രഭാതങ്ങളും പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ആമേൻ, ആമേൻ.